എന്താ മണല്ലേ. നോക്കിട്ടാ പാമ്പിന് തീരാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫുഡ് ഫോർ പീപ്പിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിതാ ഒരു നട്ടർ ഫിഷ് പിടിച്ചിട്ടുണ്ട്. നമ്മളിതാ ഇന്ന് അതിൻ്റെ ഒരു നാടൻ ഫിഷ് കറി ഉണ്ടാക്കാം. നമുക്ക് നമ്മളിപ്പോൾ പിടിച്ചിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നട്ടർ ഫിഷാണ് നെട്ടാൻ പോലെ കേട്ടോ, നമ്മുടെ സാധാ മീൻ പോലെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയണ്ടാവും. ഫിഷ് ഉണ്ടാവും, കറി നോക്കാം. കറി ഉണ്ടാക്കാം. പിടിച്ചോ, ചെക്കൻ പടിയുണ്ട്. മീനിൻ്റെ പല്ല് കണ്ടോ, മനുഷ്യന്മാരുടെ പല്ല് പോലെ തന്നെ ഉണ്ട് മീനിൻ്റെ ശരിക്ക്. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം. സാധാ മീൻ പോലെയല്ല, ഈ മീനിൻ്റെ ചെളുക്ക വന്നിട്ട് വളരെ ചെറുതാണ്, വളരെ ചെറിയ ചെറിയ ചെളുക്കാണ്. അതുകൊണ്ട് എടുക്കാൻ തന്നെ കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി. അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിരിക്കണേ. അപ്പോൾ ഈ മീൻ കറിക്കൊന്നും സാധാരണ നമ്മൾ വലിയ ഉള്ളി യൂസ് ചെയ്യാൻ പാടില്ല, ചെറിയ ഉള്ളി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണമല്ലോ. സാധാരണ ഭക്ഷണങ്ങളിൽ ഇഞ്ചി പേസ്റ്റാക്കിയിട്ട് ഇടാറ്. പക്ഷെ നമ്മൾ ഈ മീൻ കറിയിൽ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കറിയിലേക്ക് ഇടണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ മീനിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി കറി വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് വേണ്ട, നമ്മൾ ശരിക്കും ഭയങ്കര കൊഴുപ്പാണ് ഈ മീനിന്. അതിൻ്റെ കൊഴുപ്പാണിത്, ജെല്ലി ജെല്ലിയായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊഴുപ്പൊക്കെ എടുത്ത് ഒന്നുകൂടെ അതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം അകത്തൊക്കെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ഇറച്ചി, നല്ല ഇറച്ചിയുള്ള മീനാണ്. അപ്പോൾ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കാം. നമുക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം മുളക് പൊടി കുറച്ചിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഇനി അതുപോലെ മല്ലിപ്പൊടി ഇടാം. ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ എടുത്ത് നല്ല കളറായി വന്നിട്ടുണ്ട്, ഡാർക്ക് കളറായിട്ട്. നമുക്കിനി ഇതെടുത്തിട്ട് കറിയിലേക്ക് ഇടാം. അയ്യോ, നമ്മുടെ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൺചട്ടി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് നമ്മൾ ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഓയിൽ ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. പൊറോട്ട അപ്പോൾ നമ്മളിതിൽ വലിയ ഉള്ളി യൂസ് ചെയ്യാൻ പാടില്ല. മീൻ കറിക്ക് വലിയ ഉള്ളി യൂസ് ചെയ്യരുത്, ചെറിയ ഉള്ളിയിലാണ് ടേസ്റ്റ്. നമുക്കിതിലേക്ക് വെന്തയം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം ഇതിലിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഉരുടാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം.
ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത തക്കാളി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പോഴേ തയ്യാറാക്കിയ മസാല അല്ല ഇനി നമ്മൾ അതൊക്കെ ഇതിലേക്ക് ഇടാം. നല്ല ചട്ടി അതിൻ്റെ മെയിൻ മസാല ഉണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് എന്താ സ്മെല്ല്? അപ്പോൾ ഇനി നമ്മൾ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ല കളറിലാവുന്നുണ്ട്, നല്ല മണം വേണ്ടിട്ടാ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പുളിയും നല്ല എരിവും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ എടുത്തിടാം, ഫിഷ് എടുത്തിടാം. ഓക്കെ. ഫ്രണ്ട്സ്, നല്ല കാറ്റുണ്ട്. മഴ വരാൻ ചാൻസ് കുറവാണ് കാറ്റുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷ് കറി തയ്യാറാക്കിയിട്ട് ഇവിടുന്ന് പോകും. സംഭവം ഫിഷ് നമ്മൾ ഇതിലേക്ക് ഇട്ടാൽ ബാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വരവാ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൽ മേലൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് കഴിഞ്ഞ് തുറന്നാൽ നല്ലൊരു മണം വരും. അതിനെ നമ്മൾ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മീൻ കറി റെഡിയായോ നോക്കാം. മുളക് പൊടി. സൂപ്പർ സ്മെല്ല്, നല്ല മണമുണ്ട് കേട്ടോ. എന്താ കളറില്ലേ? കളറും മീൻ കറി തന്നെ അന്നേ വെന്തിട്ടുണ്ടല്ലേ ചില നമുക്ക് വന്നിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാൻ കഴിയാം. അപ്പോൾ നമ്മൾ പാലക്കട മട്ടയേരി എടുത്തിട്ടുണ്ട്, ചോറ്. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ കറി ഇട്ടിട്ട് വിളമ്പ. എന്താ മണല്ലേ? ഇത് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് തന്നെ. നമ്മുടെ ഉച്ചക്ക് കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി കഴിക്കാൻ പറ്റി. നമ്മൾ ഉണ്ടാക്കി കഴിച്ചില്ല, കഴിക്കാൻ പോകണുള്ളൂ കേട്ടാ. കഴിച്ചോ? ചൂട് ചൂട് അടിപൊളിട്ടാ, അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ട് ശരിയാ? ഇതിലെങ്ങനെയുണ്ട്? പൊളി. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. സംഭവം അതിന് മെയിൻ പ്രത്യേകത പറഞ്ഞാൽ മുള്ളില്ലല്ലേ? മുള്ളു കുറവാണ്. ഈ മീനിന് മുള്ളു കുറവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ്. ഇപ്പം നാടൻ കേരള സ്റ്റൈൽ മീൻ കറിയും പാലക്കാട് മട്ട അരിയും മോനെ അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ നമ്മളെ പിടിച്ച വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.